അലൈക്കും. ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിലെ താരീഖ് ബുക്കിലെ 3ാം പാഠം തുടങ്ങാം. അപ്പോൾ നമ്മൾ 2ാം പാഠത്തിൽ എന്താണ് പഠിച്ചത്? ഖുലഫാഉർ റാഷിദീൻ അല്ലേ? അവരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അവർ എത്രയാണ്? 4 ആരൊക്കെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പിന്നെയോ അലി റളിയല്ലാഹു അൻഹു. ഇന്ന് നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വിശദമായി പഠിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. പാഠം 3. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച പുരുഷൻ ആരാണ്? ഇസ്ലാം മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് സ്വീകരിച്ചത് പുരുഷനാട്ടോ, സ്ത്രീയല്ല, പുരുഷൻ. ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെയോ ആദ്യമായി ഖുർആൻ ഒരു ഗ്രന്ഥ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയത് ആരാണ്? അപ്പൊ എന്താണ്? ആദ്യമായിട്ട് ഖുർആന് ഒരു ഗ്രന്ഥ രൂപത്തിൽ കൂട്ടി ആരാണത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എപ്പോഴാണ് അങ്ങനെ കൂട്ടിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫ ആയപ്പോൾ, ഖിലാഫത്ത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഭരിക്കുമ്പോൾ. അപ്പൊ എന്താണ്? ഈ ഹാഫിളായിട്ടാണല്ലോ ചിലവർക്ക് ഖുർആനൊക്കെ പാരായണം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഹാഫിളായവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മരണപ്പെടുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പഠിക്കാൻ പറ്റുന്നില്ല, ഓതാൻ പറ്റുന്നില്ല അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലായി എന്ത്? ഇനി ഇത് ഇങ്ങനെ അങ്ങ് പോയാൽ എന്താണ്? ഇനി മുൻകാലത്ത് വരുന്ന ആളുകൾക്കും ഇതൊരു പ്രശ്നമാകും. അവർക്ക് ഖുർആൻ അറിയില്ല അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? അവർ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കി മാറ്റി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതകരമായ ഇസ്രാ മിഅ്റാജ് എന്നിവയിൽ ആദ്യമായി വിശ്വസിച്ച വ്യക്തി ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? അന്ന് എന്താണ്? നബിയുടെ വലിയ ചങ്ങാതിയാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലേ? അപ്പൊ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് വന്നിട്ട് എല്ലാരും ഉണർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? നബി എല്ലാവരോടും പറഞ്ഞു ഈ ഒരു കഥ. അപ്പോ അവർ വിചാരിച്ചു എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തള്ളിവിടാണെന്ന്. അപ്പോ ഇവര് നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അടുത്ത് പോയി. അപ്പൊ എന്താണ് സംഭവം? എന്താ വെച്ചാല് ഇവർക്ക് തർക്കം ഉണ്ടാക്കണം. നബി അങ്ങനെ പറഞ്ഞു, നബി ഇങ്ങനെ പറഞ്ഞു. അപ്പോ ഇവര് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് അവർ പറഞ്ഞു, നിങ്ങളുടെ നബിയാണത്രേ അവളെ തള്ളി മറിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞു. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്ത്? നബി അങ്ങനെ പറഞ്ഞോ? അങ്ങനെ ചോദിച്ചു. അപ്പൊ അവരെന്ത് ധൈര്യമായിട്ട് പറഞ്ഞു, നബി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അതിലെന്ത് ചെയ്തു? അബൂബക്കർ പറഞ്ഞു, എന്നാ യാതൊരു സംശയമില്ല, അത് സത്യമാണ്. കാരണം എന്താണ്? എൻ്റെ നബി ഒരിക്കലും കളവ് പറയില്ല. അപ്പോൾ ആദ്യമായിട്ട് നബിയുടെ ഇസ്രാ മിഅ്റാജ് കഥയിൽ വിശ്വസിച്ചത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലായില്ലേ? അതെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ ഖലീഫയും. അപ്പൊ എന്താണ്? ആദ്യത്തെ ഖലീഫയും ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ക്രിസ്താബ്ദം 573. അപ്പൊ ക്രിസ്താബ്ദം പറഞ്ഞാൽ ക്രിസ്ത്യൻ ഇയർ, ക്രിസ്ത്യൻ വർഷം എന്ന് വെച്ചാല് ക്രിസ്താബ്ദം. അതാണ് ഗ്രെഗോറിയൻ ഇയർ. നമ്മൾ ഈ പറയുന്ന 2025 അല്ലെ? ഇതെന്താണ്? ഗ്രെഗോറിയൻ ഇയർ ആണ്. പക്ഷെ ഹിജറി വർഷം നോക്കണെങ്കിൽ 1446 അങ്ങനെയാണല്ലേ വരുന്നത്. അതേപോലെ തന്നെ ക്രിസ്താബ്ദം ഗ്രെഗോറിയൻ ഇയർ 573 573. ആനക്കലഹ സംഭവത്തിന്റെ 3ാം കൊല്ലം. ഇനി നിങ്ങൾ ആലോചിക്കൂ, ആനക്കലഹ സംഭവം എന്ന് പറഞ്ഞാ 2 ആനകൾ തല്ലുണ്ടാക്കുന്നതാ? അല്ല. പണ്ട് കാബയിൽ എന്ത് ചെയ്യുന്നു? ആളുകളെ ത്വവാഫ് ചെയ്യുന്നുണ്ട്, ഉംറ ചെയ്യുന്നുണ്ട്, ഹജ്ജ് അടക്കം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോ അബ്രഹത്ത് പറഞ്ഞൊരാൾക്ക്
അസൂയ കയറി പിടിച്ചു. എന്താ കാരണം? ഇയാൾ ഇങ്ങനത്തെ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അവിടെ അത്ര ആൾക്കാർ പോവാറില്ല. പക്ഷെ കാബാലയത്തിലോ എത്ര ജന അല്ലേ, എന്തുമായി ജന അല്ലേ. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്തു? അസൂയ വന്നു. അപ്പോൾ ഇയാളും അയാളുടെ സൈനികർ ഇവര് എന്ത് ചെയ്തു? കാബാലയത്തിലേക്ക് പോയി. എങ്ങനെ പോയെന്നറിയോ? ആനപ്പുറത്ത്. സാധാരണ എന്താണ്, കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഒട്ടകപ്പുറത്തൊക്കെ അല്ലേ കയറി പോകാം. ഇത് ആനപ്പുറത്താ പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ യാത്രയിൽ അനുഗമിക്കുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനായിരുന്നു ലഭിച്ചത്. ഹിജ്റ പോകാൻ, നബിയുടെ കൂടെ ഹിജ്റ പോകാൻ ആർക്കാണ് കൂടുതൽ ചാൻസും കിട്ടിയിട്ടുള്ളത്? ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. അല്ലേ? നിങ്ങൾക്കും എന്താ നബിയുടെ കൂടെ ഒരു യാത്ര എന്ന് പറയുമ്പോ ഇഷ്ടമല്ലേ? ആണല്ലേ. ചിലപ്പോ എന്താണ്, നിങ്ങൾക്ക് യാത്രകളൊന്നും ഇഷ്ടമുണ്ടാവില്ല അല്ലേ? ഛർദിക്കാൻ വരും. പിന്നെന്താ, ഞാൻ അങ്ങനെ പോണം, ഇങ്ങനെ പോണം, അങ്ങോട്ട് പോകണം അല്ലേ? ബോറടിക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലേ? പക്ഷേ നബിയുടെ കൂടെ ഒരു യാത്ര എന്ന് പറയുമ്പോ അതൊരു സ്വപ്നം തന്നെയായിരിക്കും അല്ലേ? ഒരു ഭാഗ്യം അല്ലേ? നിങ്ങൾക്ക് അങ്ങനെയില്ലേ ഒരാഗ്രഹമില്ലേ നബിയുടെ കൂടെ ഒരു യാത്ര എന്നൊക്കെ പറയുമ്പോ അല്ലേ? ഇനി അടുത്തത് നോക്കൂ. മക്കയിൽ വെച്ച് ഉതൈലത്ത് ബിൻത് അബ്ദുൽ ഉസ്സ, ഉമ്മു റൂമാൻ ബിൻതു ആമിർ എന്നിവരെയും മദീനയിൽ വെച്ച് ഹബീബ ബിൻത് സയ്യിദ്, അസ്മാ ബിൻത് ഉമൈസ് എന്നിവരെയും വിവാഹം ചെയ്തു. അപ്പൊ എന്താണ്, മക്കയിൽ വെച്ച് 2 വിവാഹം നടത്തി, മദീനയിൽ വെച്ചോ 2 വിവാഹം നടത്തി. അപ്പൊ മക്കയിൽ വെച്ച് ആരെയാണ് വിവാഹം ചെയ്തത്? ഉതൈലത്തു ബിൻത് അബ്ദുൽ ഉസ്സ, ഉമ്മു റൂമാൻ ബിൻതു ആമിർ. പിന്നെ മദീനയിൽ വെച്ച് ഹബീബ ബിൻതു സയ്യിദ്, അസ്മാ ബിൻതു ഉമൈസ് അല്ലേ? അപ്പൊ ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ കുറിച്ചാണ് അല്ലേ? അപ്പൊ ഇതിൽ ആകെ കുറച്ച് പറയുന്നുള്ളൂ. പക്ഷെ എന്തുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കുറെ മക്കളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹ എന്നിവർ അദ്ദേഹത്തിന്റെ പെൺമക്കളിൽ പ്രധാനികളാണ്. അപ്പൊ എന്നാൽ പെൺമക്കളിൽ പ്രധാനപ്പെട്ടവരാണ് ആരൊക്കെ? ആയിഷ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹ അല്ലേ? അപ്പോ എന്താണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? പിന്നെയോ അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് ആര്? സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അല്ലേ? ഇനി അടുത്ത നോക്കൂ. സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാരിൽ പ്രമുഖനാണ് അദ്ദേഹം. അപ്പൊ ഇതാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രമുഖര് ഒരാളാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പൊ നിങ്ങൾക്കറിയില്ലേ 10 പേർക്ക് എന്തുണ്ട്? സ്വർഗം ഉറപ്പാണ് അല്ലേ? ഇപ്പൊ തന്നെ അവർക്കറിയാം എന്താ, സ്വർഗം എനിക്ക് ഉറപ്പാണ്. എനിക്കെന്നല്ല, അവർക്ക്, ആ സ്വഹാബിമാർക്ക് അല്ലേ? അപ്പൊ എന്താണ്, 4 ഖലീഫമാരും എന്താണ് സ്വർഗത്തിൽ പോകും. അപ്പോ 4 ഖലീഫകളിൽ പെട്ടതാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലേ? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും എന്തുണ്ട്? സ്വർഗത്തിൽ പ്രവേശിക്കാം അല്ലേ? അത് ഉറപ്പാണ് അല്ലേ? ഇനി അടുത്ത നോക്കൂ. ഇസ്ലാമിന് വേണ്ടി തന്റെ സ്വത്തെല്ലാം ചിലവഴിച്ചു. അപ്പൊ എന്താണ്, ഇസ്ലാമിന് വേണ്ടി തന്റെ സ്വത്തെല്ലാം ചിലവഴിച്ചു. എന്ത് നല്ല മനസ്സാലേ, സ്വത്തെല്ലാം ഇസ്ലാമിന് ത്യാഗം ചെയ്തത് അല്ലേ? ഇനി നബി പറയുന്നത് കേട്ടോളൂ. അബൂബക്കറിന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ എന്താണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു അത്രക്കും പൈസ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതാണെങ്കിലോ നബിക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണ്, ഇന്റൻഷൻ എന്താണ്, നീയത്ത് എന്താണ്, ഒരു നല്ല കർമ്മത്തിനായിരിക്കും പൈസ കൊടുക്കുന്നുണ്ടാവുക അല്ലേ. അത് മാത്രല്ല, സ്വത്തെല്ലാം ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് ത്യാഗം ചെയ്തത്, അല്ലാതെ ധൂർത്തടിച്ചതൊന്നുമല്ല. ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് എന്ത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു പൈസ ചെലവാക്കിയത് അല്ലേ. അപ്പൊ എന്താണ് നബി പറയുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ധനം നബിക്ക് നല്ല ഉപകരിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരാളുടെ ധനം നബിക്ക് എന്ത് ചെയ്തിട്ടില്ല, അത്ര അങ്ങ് ഉപകരിച്ചിട്ടില്ല. അടുത്തത് നോക്കൂ, അദ്ദേഹത്തിന്റെ പേരിലെ സിദ്ദീഖ് എന്ന വിശേഷണം എങ്ങനെ ലഭിച്ചു എന്നറിയാമോ? അപ്പോ അബൂബക്കർ എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ പേര്. അവരുടെ പേര് എങ്ങനെയാണ്, അബൂബക്കർ ബിൻ അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു, അങ്ങനെയാണെന്ത് അവരുടെ പേര് വരുന്നത് അല്ലേ. പക്ഷെ ഇപ്പോഴെങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്, അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ. അപ്പോ ആ സിദ്ദീഖ് എങ്ങനെ വന്നു നമുക്ക് നോക്കാം. ഇസ്രാ മിഅ്റാജ് എന്നിവയിൽ യാതൊരു സന്ദേഹവുമില്ലാതെ ആദ്യമായി വിശ്വസിച്ചതിനാൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയതാണ് അത്. അപ്പൊ എന്താണ്, ഇസ്രാ മിഅ്റാജ് ആരാണ് ആദ്യം വിശ്വസിച്ചത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ. ഒരു സംശയം പോലും ഇല്ലാണ്ട് എന്ത് ചെയ്തു, വിശ്വസിച്ചു. കാരണം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് പറഞ്ഞത്. നബി അങ്ങനെ കളവ് പറയില്ല അല്ലേ, നബി അങ്ങനെ തള്ളി മറിക്കത്തില്ല അല്ലേ. അത്രക്കും എന്തുണ്ട്, വിശ്വാസമുണ്ട് ആരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അല്ലേ. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത്, ഒന്ന് ഉത്തരം പറയാം. ഒന്ന്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനിച്ച വർഷം ഏത്, ക്രിസ്താബ്ദം 573. 2, ആനക്കലഹം സംഭവത്തിന്റെ എത്രാം വർഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം? 3-ാം വർഷം, ആനക്കലഹത്തിന്റെ 3-ാം വർഷം. 3, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കൾ ആരെല്ലാം? അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ ആയിരുന്നു പിതാവ്, ഉമ്മുൽ ഖൈർ എന്ന സൽമയായിരുന്നു മാതാവ്. 4, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഏത്? ഖുറൈശിലെ ബനു തൈം കുടുംബം. 5, മക്കയിൽ വെച്ച് അദ്ദേഹം വിവാഹം ചെയ്തു ആരെയെല്ലാം? ഖുതൈയത്ത് ബിൻതു അബ്ദുൽ ഉസ്സ, ഉമ്മു റൂമാൻ ബിൻതു ആമിർ. പിന്നെയോ 6, മക്കയിൽ വെച്ച് അദ്ദേഹം വിവാഹം ചെയ്തു ആരെയെല്ലാം? ഹബീബ ബിൻതു സെയ്ദ്, അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ. പിന്നെയോ 7, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പെൺമക്കളിൽ 2 പ്രധാനികൾ ആരെല്ലാം? ആയിഷ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹ. 2, പൂർത്തിയാക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനനം 573 അല്ലേ. എന്താണ് ഞാൻ വിട്ടത്, ക്രിസ്താബ്ദം. അപ്പൊ ക്രിസ്താബ്ദം 573. പിതാവ് അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ, മാതാവ് ഉമ്മുൽ ഖൈർ എന്ന സൽമ, കുടുംബം ഖുറൈശിലെ ബനു തൈമ, ഭാര്യമാർ മക്ക ഖുതൈലത്തു ബിൻത് അബ്ദുൽ ഉസ്സ, ഉമ്മു റൂമാൻ ബിൻതു ആമിർ, ഭാര്യമാർ മദീന. ആരൊക്കെയാണ്? ഹബീബ ബിൻത് സെയ്ദ്, അസ്മാ ബിൻത് ഉമൈസ്. അപ്പൊ 3 പൂരിപ്പിക്കാം. അബൂബക്കറിന്റെ ഡാഷ് എനിക്ക് ഡാഷ് എത്ര മറ്റൊരാളുടെയും ഡാഷ് എനിക്ക് ഡാഷ്. ഉത്തരം എന്താണ്? അബൂബക്കറിന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകരിച്ചിട്ടില്ല. പിന്നെ 4 വിവരിക്കാം. 1, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം പ്രവേശനത്തിന്റെ ഫലങ്ങൾ. അത് നിങ്ങൾ നോക്കാം. 2, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് ലഭിക്കുവാനുണ്ടായ കാരണം. ഇസ്രാ മിഅ്റാജ് എന്നിവയിൽ യാതൊരു സന്ദേഹവും ഇല്ലാതെ ആദ്യമായി വിശ്വസിച്ചതിനാൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയതാണിത് അത്.
ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലിയാലോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.